ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നോ പോയിന്റസ്. ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ MSW കോഴ്സാണ്. അപ്പോൾ MSWൻ്റെ 2 വേരിയൻസ് ഇഗ്നോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ MSW ജനറൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു കോഴ്സും MSW കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സും ഇഗ്നോയിൽ അവൈലബിൾ ആണ്. സോ ആദ്യത്തെ ഈ MSW എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ജനറൽ തരത്തിലുള്ള MSW ആണ്. അതേസമയം MSWC എന്ന് പറയുന്ന പ്രോഗ്രാം കോഡിലുള്ള MSW കൗൺസിലിംഗ് എന്ന് പറയുന്ന കോഴ്സ് കുറച്ചും കൂടി ഒരു സ്പെഷ്യലൈസ്ഡ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. സോ ഇതിലേതാണ് നിങ്ങളുടെ കരിയർ ആസ്പിറേഷൻ ഏറ്റവും സൂട്ടായത്, അതിനനുസരിച്ച് വേണം മുന്നോട്ട് ഈ കോഴ്സ് തിരഞ്ഞെടുത്ത് പോകാനായിട്ട്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ 2 MSW വേരിയൻസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഇഗ്നോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഗ്നോയിലെ എക്സ്പീരിയൻസിനെ കുറിച്ചോ അതേപോലെ തന്നെ ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു 24 hours തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓർ അറ്റ് ദ ഏർലിയസ്റ്റ് ആസ് പോസിബിൾ നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ടു ദി MSW ഡീറ്റെയിൽസ്. അപ്പോൾ ആദ്യം ഈ MSW എന്ന് പറയുന്ന കോഴ്സ് കോഡിലുള്ള ഒരു ജനറൽ MSWനെ കുറിച്ച് നമുക്ക് മെൻഷൻ ചെയ്യാം. അതിനുശേഷം കൗൺസിലിംഗ് സ്പെഷ്യലൈസേഷനുള്ള MSWനെ കുറിച്ചും മെൻഷൻ ചെയ്യാം. ഈ 2 MSW വേരിയൻസിൽ നമുക്ക് 72 ക്രെഡിറ്റ്സ് ആണുള്ളത്. ഈ 2 കോഴ്സസിൻ്റെയും എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ കോഴ്സ് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിലാണ് കംഫർട്ടബിൾ എങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അഥവാ ഹിന്ദിയിലാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലേണർ. ഇനി MSW ജനറൽ എന്ന് പറയുന്ന അഥവാ ഈ MSW കോഴ്സിൽ നമുക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സിൻ്റെ കൃത്യമായിട്ടുള്ള കോഴ്സ് കോഡും ആ സബ്ജക്റ്റ് അഥവാ ആ പേപ്പറിൻ്റെ ടൈറ്റിൽ എന്താണ്, അതുപോലെ തന്നെ ആ ഓരോ പേപ്പറിനുള്ള ക്രെഡിറ്റ്സ് എത്രയാണ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് കമ്പൽസറി കോഴ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ MSW 1, 2 and 5 എന്ന് പറയുന്നത് കമ്പൽസറി കോഴ്സസ് ആണ്. അതേസമയം നമുക്ക് കുറച്ച് എലക്റ്റീവ് കോഴ്സസും ഉണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കോഴ്സസ് തന്നിട്ടുണ്ട്. ആ കോഴ്സസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കോഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ MSW 3, 4, 6, MSW E10, MSW 32 എന്നീ കോഴ്സുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതിനുശേഷം ഒരു കോഴ്സും കൂടി 2 എടുക്കണം. അപ്പോൾ ആദ്യത്തെ MSW 3 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേപ്പർ വേണോ, അഥവാ സോഷ്യൽ വർക്ക് റിസർച്ച് വേണോ, അഥവാ സോഷ്യൽ വർക്ക് ഇൻ ആഫ്രിക്കൻ കോണ്ടെക്സ്റ്റ് വേണോ, സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് വേണോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യാർത്ഥം ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ കമ്പൽസറി ആയിട്ട് ഫസ്റ്റ് ഇയറിൽ ചെയ്യേണ്ട 2 കോഴ്സസ് ആണ്. അത് ഫീൽഡ് വർക്ക് കോഴ്സസ് ആണ്. അത് MSW L13 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം, അതേപോലെ തന്നെ MSW L14 ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് എന്നീ കോഴ്സുകളാണ്. സോ ആ 2 കോഴ്സുകൾക്കും കുറച്ച് കൂടുതൽ ക്രെഡിറ്റ്സ് ഉണ്ട്. 8 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. സോ അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ എലക്റ്റീവ് കോഴ്സസിന് മാത്രമാണ് നമുക്ക് ചോയ്സ് ഉള്ളത്. ബാക്കി എല്ലാവരും ചെയ്യേണ്ട കമ്പൽസറി കോഴ്സസ് ആണ്. ഇനി സെക്കൻഡ് ഇയർ വരുമ്പോൾ എഗെയിൻ ഒരു സെറ്റ് ഓഫ് കമ്പൽസറി കോഴ്സസ് തന്നിട്ടുണ്ട്. അവിടെ MSW 7, MSW 8, MSW 9, MSW 17 എന്നീ കമ്പൽസറി കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പൽസറി കോഴ്സസ് എന്തൊക്കെയാണ്? കേസ് വർക്ക് ആൻഡ് കൗൺസിലിംഗ് ഉണ്ട്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഉണ്ട്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, പിന്നെ കണ്ടംപററി മെത്തേഡ്സ് ആൻഡ് വാല്യൂസ് ഓഫ് സോഷ്യൽ വർക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് ഒരു MSW സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം കമ്പൽസറി കോഴ്സസ് ആണ്. ഇനി അതേസമയം എലക്റ്റീവ് കോഴ്സസ്, ഇവിടെ 2 എലക്റ്റീവ്സ് അല്ല ഉള്ളത്. നമുക്ക് ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രമാണ് ചൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ MSW E1, 2, 7, 3 അതേപോലെ തന്നെ MSW P1 അതൊരു പ്രൊജക്റ്റ് വർക്കാണ്. ലാസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് MSW P1 ഒരു പ്രൊജക്റ്റ് വർക്കാണ്. അപ്പോൾ ഈ എലക്റ്റീവ്സിൽ നിന്ന് നമുക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിമൻ ആൻഡ് ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇൻ്റർനാഷണൽ സോഷ്യൽ വർക്ക് അത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അതെടുക്കാം. അതേപോലെ തന്നെ HIV AIDS അങ്ങനത്തെ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ക്രിമിനേഷനൊക്കെ നേരിടുന്ന ഒരുപാട് സെറ്റ് ഓഫ് ആൾക്കാർക്ക് സോഷ്യൽ വർക്കിൻ്റെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. സോ അങ്ങനത്തെ മേഖലയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം. ഇനി നിങ്ങൾക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം.
അതേപോലെ തന്നെ അപ്പോൾ അത് എലക്റ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇനി സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഫീൽഡ് വർക്ക് ഉണ്ട്. അത് കമ്പൽസറി ആണ്, എല്ലാ സ്റ്റുഡൻസും മസ്റ്റായിട്ടും ചെയ്യണം. സോ അത് MSW-L15 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കം 2, അതേപോലെ തന്നെ MSW-L16 ഇൻറ്റേൺഷിപ്പ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ചെയ്യണം. അങ്ങനെ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും കൂടി ഒരു 72 ക്രെഡിറ്റ്സ് തയ്ക്കുമ്പോഴാണ് MSW എന്ന് പറയുന്ന ഈ കോഴ്സിൻ്റെ ഡിഗ്രി നിങ്ങൾക്ക് അവാർഡ് ചെയ്യപ്പെടുക. ഓക്കെ, ഇതാണ് ഒരു ജനറൽ MSW ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു തരം MSW എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡ് വേരിയൻറ്റ് MSW കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഇത് കുറേയും കൂടി കൗൺസിലിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും പേപ്പേഴ്സും പഠിക്കുന്ന ഒരു MSW ആണ്. അപ്പോൾ ഇവിടെയും എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്, അതേപോലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. ഇവിടെയും ടോട്ടൽ കോഴ്സിൻ്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 72 ആണ്. പക്ഷേ ഇത് കൗൺസിലിംഗ് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എലക്റ്റീവ്സ് ഒന്നും ഇവിടെയില്ല, മറിച്ച് കൃത്യമായിട്ട് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേപ്പേഴ്സിനാണ് സെക്കൻഡ് ഇയറിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ MSW 1, 2, 5, 8, 9, MSW-L46ഉം MSW-L47ഉം പഠിക്കണം. അപ്പോൾ അതിൽ പ്രാക്ടിക്കും ഉണ്ട്, അതേപോലെ തന്നെ ബ്ലോക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഇത് നമ്മുടെ പ്രീവിയസ് നമ്മൾ കണ്ട ജനറൽ MSWയിലും ഉള്ളതാണ്. ഈ ഫസ്റ്റ് ഇയറിലെ മിക്ക കോഴ്സസും നമ്മൾ ഒരു ജനറൽ MSWയിലും പഠിക്കുന്നതാണ്. എങ്കിൽ സെക്കൻഡ് ഇയർ വരുമ്പോൾ എല്ലാം കൗൺസിലിംഗ് സ്പെസിഫിക് പേപ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സ് ശ്രദ്ധിക്കുമ്പോൾ MSW-12, 13, 14, 15, 16, MSW-L48, MSW-L49 എന്നിവയാണ്. അപ്പോൾ ഇതിൻ്റെ സബ്ജക്ട്സിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൗൺസിലിംഗ് സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ചലഞ്ചസ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിക്കൽ ബേസിസ് ഓഫ് കൗൺസിലിംഗ്, റെലവൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ കൗൺസിലിംഗ്, ബേസിക്സ് ഓഫ് കൗൺസിലിംഗ്, ഫീൽഡ്സ് ഓഫ് കൗൺസിലിംഗ്, അതേപോലെ തന്നെ സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ, അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റേൺഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോ ഒരു MSW എടുക്കുമ്പോൾ അതിൽ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു കോഴ്സ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു MSW ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള MSW മേഖലകളെക്കുറിച്ച് അറിയണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ MSW നോർമൽ അഥവാ MSW ജനറൽ അത് പഠിക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ്. സോ അത് ഓരോ ലേണറിൻ്റെയും കരിയർ ആസ്പിറേഷൻ, നിങ്ങളൊരു കൗൺസിലിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അതേസമയം നിരവധി ഫീൽഡുകളിലേക്ക് തുറന്നിടുന്ന രീതിയിലാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ MSW ജനറൽ എടുക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ്. സോ ഇതാണ് വളരെ ബേസിക് ആയിട്ട് MSW കോഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനുള്ളത്. സോ ഈ MSW കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ എഴുതി അറിയിക്കാവുന്നതാണ്. കമൻസിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ആൻസർ. അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562 63 64 69 നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയച്ചു കഴിഞ്ഞാലും നമ്മളതിന് റിപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമുക്കൊരു ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ പേര് പോയിൻറ്റസ് പ്രിസിഷൻ പ്രിപ്പേജ്ടെക് എന്നാണ്. സോ അതിൽ ഒരുപാട് ഫ്രീ നോട്ട്സും ഇനീഷ്യേറ്റീവ്സും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ റിസോഴ്സസ് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ. നമ്മുടെ എല്ലാ പുതിയ ഇനീഷ്യേറ്റീവ്സ്, ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ഡൗട്ട്സിനുള്ള ക്ലിയറൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. പ്ലീസ് ഷെയർ ദിസ് ചാനൽ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദി ചാനൽ. താങ്ക് യു.